രാവിലെ തന്നെ നല്ല മഴയായിട്ട്, രാവിലെ തന്നെ നല്ല രാത്രി മുഴുവൻ മഴയായിരുന്നു. രാവിലെയും മഴ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. എന്നീ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് ശീലമായിപ്പോയെന്നെ. എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ വീഡിയോ നീണ്ടു പോകാണ്ട്, ചിലപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കേണ്ടത്. ഇങ്ങനെ ശീലമായി പോയതുകൊണ്ടാണ് ഇങ്ങനെ വായി വന്നു പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നുവെച്ചാൽ ഉച്ചക്കത്തെ കുറച്ച് കറി വെക്കുന്നതും, പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്നതും, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വീട്ടിലെ കുക്കിങ്ങും, പിന്നെ അതിനകത്ത് ഞാൻ പ്രധാനപ്പെട്ടിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരിയം ത്രെഡ് ചെയ്യുന്നത്. പിരിയം ത്രെഡ് ചെയ്യാനായിട്ട് എല്ലാവരും കടയിലല്ലേ പോകുന്നത്. ആദ്യം നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ. കുറേ പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ പിരിയം ത്രെഡ് ചെയ്യാം. നമ്മൾ ചിലർ ബ്ലേഡ് കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഒക്കെ ഒന്നും, ചിലർക്ക് പേടിയുണ്ട്, ചിലർ നല്ലതായിട്ട് ചെയ്യും കേട്ടോ ബ്ലേഡ് കൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നാളെ അത് പിന്നെയും കിളുത്ത് വരും. അതേസമയം നമ്മൾ ത്രെഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാഴ്ചയെങ്കിലും, ഒരു 15 ദിവസമെങ്കിലും പിന്നെ കിളിക്കയില്ല, ചിലപ്പോൾ ഒരു മാസം വരെ ഇത് കിളിക്കാന്നെങ്കിൽ, അങ്ങനെയൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടാറുണ്ട്. അപ്പം നമ്മൾ കടയിൽ പോയി ത്രെഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപ? പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, കടയിൽ പോയി ചിലരെടുത്താൽ നല്ല വൃത്തിക്ക് എടുത്തരും, ചിലരെടുത്താൽ ഒന്നിനും കൊള്ളുകയില്ല കേട്ടോ. നമുക്ക് തന്നെ തൃപ്തിയാകത്തില്ല. 50 രൂപയും പോകും, ഒരു തൃപ്തിയാകത്തുമില്ല. ഞാനിപ്പോൾ ഒത്തിരി നാളായി കടയിൽ പോയി പിരിയം ത്രെഡ് ചെയ്തിട്ട്. പിന്നെ വെച്ചാൽ ചില സമയത്ത് മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഒട്ടും പോകാറില്ല. കാര്യം 50 രൂപ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനാണ്. 50 രൂപ ഒരു പിരിയം ത്രെഡ് ചെയ്യുന്നതിന് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. അപ്പം പിരിയം ത്രെഡ് ചെയ്യാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്കിവിടെ ഇങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ രോമങ്ങളുണ്ട്. അപ്പം ചെറുതായിട്ട് ഹെയറുകളുണ്ട്. അപ്പം അത് ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ട്. എടുത്ത് കളയുന്നുണ്ടാണ് അങ്ങനെ കാണാത്ത കേട്ടോ. അപ്പം പിരി എടുക്കാൻ ചെല്ലുമ്പോൾ ഉടനെ അവർ പറയും, അയ്യോ ഇതും കൂടെ എടുക്കട്ടെ എന്ന് ചോദിക്കും. ഇപ്പം ചിലപ്പം പറയും എടുത്തോളാൻ പറയും. അന്നേരം പിന്നെയും പൈസ കൂടും. അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ പോയി ഇങ്ങനെ ത്രെഡ് ചെയ്ത്, അപ്പം ഞാനിങ്ങനെ പിരി എടുത്തപ്പം തന്നെ എനിക്ക് ഒട്ടും തൃപ്തിയായില്ല കേട്ടോ. എന്നു വെച്ചാൽ ഭയങ്കര പെയിനായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, മതി നിർത്തി, അയ്യോ ചേച്ചിയുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതാ എടുക്കാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ കഴുത്തിൽ തൊലി മൊത്തം ഇവിടെ നിന്ന് എന്നാ കാണിച്ചത് എനിക്കറിയത്തില്ല. ഒരു മാന്തി കീറിയ മാതിരി ആക്കി വെച്ചു. ആദ്യമായിട്ടുള്ള എനിക്കൊരു അനുഭവമായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ഓണറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കണ്ടോന്ന് ചോദിച്ചു, ഫോട്ടോ എടുത്ത് വെച്ച്. അപ്പോൾ പറഞ്ഞു, അയ്യോ അതെന്നാ പറ്റി, അതോ പൈസയും കൂടുതൽ മേടിച്ചെന്ന്. എൻ്റെ അന്നൊക്കെ 50 രൂപയാണ് എങ്ങനെ എടുത്താലും. പക്ഷേ ഇത് അന്ന് എൻ്റെ കയ്യിൽ നിന്ന് 80 രൂപ മേടിച്ച്, പൈസ മേടിച്ച്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തേച്ച് അവർ പൈസ കൂടുതൽ മേടിച്ചാൽ അവരുടെ അടുത്ത് തർക്കിക്കാൻ നിൽക്കത്തില്ല. ചോദിച്ചു കൊടുത്തേച്ച് പോരത്തില്ല, പിന്നെ നമ്മൾ പോകാതിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. അപ്പം പിരിയും ത്രെഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഞാൻ അച്ഛനും എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലപ്പം എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാതൊക്കെ തിരക്കൊക്കെ ആകുമ്പോൾ അവളങ്ങ് നിർബന്ധം പിടിക്കുമ്പോൾ ഞാൻ പറയും എന്നാൽ നീ കടയിൽ പോയി എടുത്തോളാൻ പറയും. അങ്ങനെയുള്ളൂ. ഞാൻ വിളിക്കുമ്പോൾ ചില സമയത്ത് അവൾ വരത്തില്ല, അവൾ വിളിക്കുമ്പോൾ എനിക്ക് തിരക്കുമായിരിക്കും. എന്നാലും അത്യാവശ്യം തിരക്കടില്ലാതെ പിരിയെടുക്കാം. അപ്പോൾ ചോദിക്കും നൂലുകൊണ്ട് എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിക്കും. നൂലുകൊണ്ട് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നൂലുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തന്നെ ചെയ്യാം. ആദ്യം നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത്, ഞാനും ആദ്യമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് എടുത്താകത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ പിരി എടുക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇച്ചിരി കറ്റാർ വാഴയുടെ ജെല്ലോ അല്ലെങ്കിൽ ഇച്ചിരി പൗഡറോ ഒക്കെ തൂത്ത് വെച്ചെടുക്കാമെങ്കിൽ നമുക്ക് വലിയ പെയിനായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ പെയിനായിട്ട് തോന്നാറൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ സ്ഥിരം കടയിൽ പോയെടുത്താലും എന്നാലും നമുക്ക് വേദന എടുക്കും, വേദന എടുക്കാതിരിക്കത്തില്ല. പിരിയും ത്രെഡ് ചെയ്തോ വേദന എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് 50 രൂപയും കൊടുത്ത് വേദനയും സഹിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് എടുക്കാനും പറ്റത്തില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രീതിക്കുള്ളത് ഞാനിപ്പം പിരി എടുക്കുന്നതിനൊന്ന് കാണിച്ചു തരാവേ. നമുക്ക് വേറൊരു സഹായം ഒന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ പല രീതിക്ക് എടുക്കുന്നുണ്ട്. നൂല് രണ്ടും കൂടെ ചേർത്ത് കെട്ടി വെച്ച് ഇങ്ങനെ ചുറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചു. പക്ഷെ അതെനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്കോട്ട് ശരിയാകുന്നില്ല. പിന്നെ ശീലമുള്ളവർക്കൊക്കെ അത് എളുപ്പമായിരിക്കും. നമുക്ക് ഓരോരുത്തർക്ക് എളുപ്പമല്ലേ. പക്ഷേ ഇത് എനിക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അത് ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇപ്പോഴും നല്ല നമ്മുടെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കാം. വീഡിയോയുടെ അവസാനമാണ് ഞാൻ പിരിയും ത്രെഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടേച്ച് പോകരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേച്ച് പോവുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൻ കഴിച്ചൊക്കെ പോയി കേട്ടോ. ഇത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. രാവിലെ തന്നെ കറണ്ട് വരികയും പോവുകയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്നേരം വീഡിയോ എടുക്കാണ്ട് നിന്നില്ല. പെട്ടെന്ന് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി കണ്ണനെ വിട്ടു. ഇനിയിപ്പോൾ ഭയങ്കര കാറ്റാന്നൊക്കെ പറയുന്നു. എന്നെ അതൊക്കെ ദൈവത്തിനറിയാം. ഇവിടെ എന്നാണ് സ്കൂളുകൾക്കൊന്നും അവധിയില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയാണ്.
ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് എളുപ്പം. അപ്പം ഇവിടെ ജയചേച്ചിയിലൊക്കെ അവിടെയൊക്കെ കോട്ടയം ജില്ലയ്ക്കൊക്കെ അവധിയാണ്. അവിടുത്തെ ആറ്റി വെള്ളം കയറിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല കേട്ടോ. ചില കഴിഞ്ഞ് ചേച്ചിക്കൊന്ന് മെസ്സേജ് ഇടണം, വെള്ളം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. ആരുടെ തീരത്തൊക്കെ താമസിക്കുന്നവരൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ജയചേച്ചിക്കൊന്നും പിന്നെ അത്രയും പ്രശ്നങ്ങളില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെയാണ് കേട്ടോ. ആറിൻ്റെ ഇവിടെ ഉള്ളവരൊക്കെ 2018 വെള്ളം കയറിയതിന് ശേഷം ഉണ്ടല്ലോ, അതിന് മുന്നേക്ക് ഇങ്ങനെ വെള്ളം കയറുമായിരുന്നു. പക്ഷേ ഒരു ഇച്ചിരി നേരം വെള്ളം കയറി, അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം വെള്ളം ഇറങ്ങും, അങ്ങനെയായിരുന്നു. പക്ഷെ 2018 ഭയങ്കരമായിട്ട് വെള്ളം കയറിയത്. അന്ന് എല്ലാവരും ഓർത്ത് ഇപ്പം അത് കയറി ഇറങ്ങി അങ്ങ് പോകുന്നു. അപ്പം എല്ലാവരും ബർത്തയിലോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും ഇങ്ങ് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ വീട് വരെ മുങ്ങിപ്പോയി. അതിന് ശേഷം ഇപ്പം എല്ലാവരും ഒരു ആറ്റി വെള്ളം കൂടാൻ തുടങ്ങുമ്പോഴേ സാധനങ്ങളെല്ലാം കെട്ടി വെക്കും. ചിലപ്പോൾ വെള്ളം ഇച്ചിരി ഇങ്ങോട്ട് കയറി വെച്ചങ്ങ് ഇറങ്ങിപ്പോകും. വീണ്ടും അതെല്ലാം അഴിച്ച് വീണ്ടും അവർ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ പോലും എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ചെന്നാലേ അത് നമ്മൾക്കത് കണ്ടു കഴിയുമ്പോൾ കഷ്ടം കൊണ്ട് തോന്നും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. വല്ലതും മനസ്സിലായോ ആർക്കെങ്കിലും? ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെ പറയാതെ ഇങ്ങനെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടങ്ങ് പോകുന്നത്. ഇത് കണ്ടോ, ചപ്പാത്തി വെന്തു. അപ്പോൾ ഇതിങ്ങനെ മാറ്റി ഇതും വെന്ത്, ഇതും മാറ്റി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ചപ്പാത്തിക്കൊരു മയവുമുണ്ട്. മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും രാവിലെ തന്നെ മോട്ടറൊക്കെ ഇട്ട് ടാങ്കൊക്കെ നിറച്ചൊക്കെ ഇട്ടേക്കണേ. കാര്യം ഞങ്ങൾക്ക് 2018 100ന് പണി കിട്ടിയതാണ്. മഴ കറണ്ട് വരുമെന്ന് പറഞ്ഞ് പകൽ മൊത്തം കറണ്ട് ഇല്ലായിരുന്നു. വൈകുന്നേരം കറണ്ട് വന്നപ്പോൾ ഓർത്തോ ഇനി നാളെ രാവിലെ മോട്ടർ ഇടങ്ങിപ്പോൾ ഇടണ്ടാന്ന് പറഞ്ഞ് ഇട്ടില്ല. പക്ഷെ അന്നേരം എങ്കിലും നിറച്ചിട്ടാൽ മതിയായിരുന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് വെളുപ്പിന് 2 മണിയായപ്പോഴത്തേക്ക് കറണ്ട് വന്ന് ഒരു മണിക്കൂറേ നിന്നുള്ളായിരുന്നു കേട്ടോ. ഒരു നല്ല 2 മണിക്കൂർ നിന്ന്. അത് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി. ഓർത്ത് നേരം വെളുക്കുമ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. വെളുപ്പിന് ഒരു 2 മണിയായപ്പോഴത്തേക്ക് ഫോൺ വന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ എത്ര ദിവസം പിന്നെ വെള്ളമില്ല. മഴയുള്ളതുകൊണ്ട് മഴവെള്ളം പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും നമ്മൾ ഈ പൈപ്പിലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുണ്ടല്ലോ, ബാത്റൂമിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അത് കഴിഞ്ഞ് 2-4 ദിവസം കഴിഞ്ഞാണ് വെള്ളം കൊണ്ടുവന്ന് ഇറക്കി തന്നത്. കറണ്ടൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ വന്നത്. അപ്പം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ. ഇനി ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. കറി ഞാൻ വെജിറ്റബിൾ കറിയാണ് വെച്ചേക്കുന്നത്. ക്യാരറ്റും കിഴങ്ങും സവോളയൊക്കെ ഇട്ടുള്ള തേങ്ങ അരച്ച് വെക്കുന്ന വെജിറ്റബിൾ കറി. രാവിലത്തെ കാപ്പുടി എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഒക്കെ പോയി. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാൻ മെഷീനിൽ, ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വേഗം കുറച്ചും കൂടി തുണിയൊക്കെ മെഷീനത്തിലുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഒന്ന് ഇട്ടു. പക്ഷെ മഴയൊന്നുമില്ല കേട്ടോ, വെയിലുണ്ട് പുറത്ത്. പിന്നെ രാവിലെ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെല്ലാം എടുത്ത് വെക്കണം. കുറച്ചുകൂടി ഉള്ളു കഴിയാണ്ട്, ബാക്കിയെല്ലാം കഴുകിയായിരുന്നു കേട്ടോ. കഴുകി വെച്ചാണ് ഞാൻ പിന്നെ തുണി ഇടാനൊക്കെ പോയത്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ചങ്ങാതിക്കകത്ത് അമ്മ ചോദിച്ചായിരുന്നു വെണ്ടയ്ക്ക ഇങ്ങനെ മെഴുക്കോട്ടി കരിയൊക്കെ പൊട്ടി പിടിക്കില്ല. ഇല്ല കേട്ടോ, ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ് വെണ്ടയ്ക്ക മെഴുക്കോട്ടി കരിയുന്നത്. പിന്നെ ആരായിരുന്നു നമ്മുടെ പ്രേമാന്ന് തോന്നുന്നു പേര്, ഇങ്ങനെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പ്രേം ഇങ്ങനെ ചോദിച്ചായിരുന്നു ആണുങ്ങൾക്കും കയ്യിൽ ഇത് പുരട്ടാമോ എന്ന്. കൈയുടെ ഇതിന് വേണ്ടി ചെയ്യാം, മാർഗം ചെയ്യാം. അങ്ങനെ പെണ്ണുങ്ങളൊന്നും ആണുങ്ങളൊന്നും ഒന്നുമില്ല.
അങ്ങനെ കൈ ലാർജ് ഇങ്ങനെ വേണമെങ്കിൽ കൈ നല്ല ഇതാക്കാൻ വേണ്ടി ചെയ്യാം. പിന്നെ ആരാ ഞാൻ ഓർക്കുന്നില്ല, നീ പേര് ഞാൻ വിട്ടുപോയേ. ഞാൻ ഇപ്പം എന്നാൽ അത് കുറേ ഇതിൽ രാത്രിയിലായിരുന്നു ഇതിനെ കമൻറ്റ് കണ്ടത്. ഞാൻ കുറേ നേരം അത് തപ്പി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, ചേച്ചിക്ക് അടുത്ത ജന്മത്തിൽ ആണാകാനാണോ പെണ്ണാകാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു. എനിക്ക് പെണ്ണായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹമേ. പെണ്ണായിട്ട് മാത്രം തന്നെയല്ല, എനിക്ക് എൻ്റെ അമ്മയുടെ മോളായിട്ട് ജനിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ അമ്മച്ചിയുടെ മോളായിട്ട് മാത്രം ജനിച്ചാൽ മതി എനിക്ക്. വേറെ വേറെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ അമ്മച്ചീനെ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ അമ്മച്ചീനെ, എൻ്റെ അമ്മയുടെ. പിന്നെ എൻ്റെ വല്യമ്മച്ചീനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി എനിക്ക് വെച്ചാൽ ഒരു അച്ഛൻ ഉണ്ടാകുന്ന മുമ്പേ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ഭയങ്കര വിഷമമാണ് എപ്പോഴും ഓർക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മച്ചിയുടെ മോളായിട്ട് എനിക്ക് ജനിക്കാൻ ഭയങ്കര കൊടിയെന്ന് പറയും. പെണ്ണായിട്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ്. പെണ്ണുങ്ങൾക്ക് എന്നാ കുഴപ്പം? ആണുങ്ങൾ ജോലിക്ക് പോയി, അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയൊന്നുമല്ല. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തെ പണി മാത്രം ചെയ്താൽ മതി, വീട്ടിൽ ചെലവിന് കൊണ്ട് കൊടുത്താൽ മതി. പക്ഷെ പുറത്ത് പോയി വീട്ടിലേക്ക് ചെലവിനും ഉണ്ടാക്കണം, വീട്ടിലെ ജോലിയും ചെയ്യുന്ന എന്തോരം പെണ്ണുങ്ങളുണ്ട്. എനിക്ക് ഒത്തിരി പേരെ അറിയാം കേട്ടോ. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം പെണ്ണുങ്ങളായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല, ആണായിട്ടെല്ലാം പെണ്ണായിട്ട് ജനിച്ചാലും നമ്മുടെ സ്വഭാവം നല്ലതായാൽ മതി അല്ലേ. മനുഷ്യരോട് മനുഷ്യപ്പറ്റായിട്ട് പെരുമാറുക, അത് മാത്രമേ ഉള്ളൂ. ആരാ ഞാൻ ഓർക്കുന്നില്ല, പേരതാ പറയാത്തത്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇനി എനിക്ക് കറിയൊക്കെ ഒന്ന് വെക്കണം. കറി വെക്കാനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് പച്ചക്കറി എന്ന് പറയാനായിട്ട് ഒരു 5-6 വെണ്ടയ്ക്ക കിടപ്പുണ്ട്, പിന്നെ ക്യാരറ്റ് കിടപ്പുണ്ട്, പിന്നെ വേറെ ഒന്നും കിടപ്പില്ല കേട്ടോ. അതുകൊണ്ട് എന്നാ വെച്ചാൽ എന്നെ നത്തൂലി എന്നിട്ട് മേടിച്ചു തന്നതേ, അത് വെട്ടിയെടുക്കണം. ഇന്നലെ കുറച്ച് വെട്ടിയെടുത്ത് വറക്കാൻ ഇട്ടിട്ട് ബാക്കി പിന്നെ ഞാൻ അതുപോലെ ഒന്ന് വെച്ചായിരുന്നു. ഇന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് അത് എന്തോരുണ്ടോ നോക്കണം, നോക്കിയിട്ട് വേണം കറി വെക്കണോ. കറി വെക്കാൻ വെച്ചാൽ പീര എടുക്കത്തേ ഉള്ളൂ, മീൻപീര ഉണ്ടാക്കത്തേ ഉള്ളൂ. അങ്ങനെ എടുക്കണോ അതോ മുഴുവൻ വറക്കാൻ എടുക്കണോ? മീൻപീരയാണെങ്കിൽ പിന്നെ രസം തിളപ്പിച്ച് മീൻപീരയും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക് ഒരു ശകലമുണ്ട്, അത് മെഴുക്കുവരട്ടി കൊണ്ട് വെച്ചാൽ എൻ്റെ ഉച്ചയ്ക്കത്തെ പണിയൊക്കെ തീരും. എന്നിട്ട് വേറെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. എല്ലാം ജോലിയാണ്. മഴ ഇച്ചിരി തുറന്ന് നിൽക്കുമ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങുന്ന എല്ലാം ജോലിയാണ്. ചെടിയൊക്കെ മഴയൊക്കെ കഴിയുമ്പോഴല്ലോ പൂക്കളെല്ലാം അങ്ങ് പോകും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മഴയാണേലും പ്രശ്നം, മഴയില്ലേലും പ്രശ്നം. പക്ഷെ മഴയായിട്ടോ നല്ലത്, ചൂട് കുറവുണ്ട്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ കുറേ ഇതൊക്കെ ഒടിഞ്ഞു വീണേ, മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണു. ഞാനത് കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, മരങ്ങളൊക്കെ ഒടിഞ്ഞു. പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല കേട്ടോ. ആരുടെ വീടിനൊന്നും. ഞങ്ങളുടെ പോർച്ചിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് പൊട്ടിപ്പോയി. പിന്നെ ഈ ആസ്പെറ്റോസ് ആയിരുന്നു അവിടെ ഇട്ടിരുന്നത്, അത് പൊട്ടിപ്പോയി. പിന്നെ അവിടെ താമസിക്കുന്നവരുടെ ഡിഷ് അത് പോയി. അങ്ങനെ ഒരു ചെറിയ പക്ഷെ അതവർ ശരിയാക്കി തരും കേട്ടോ. അവർ അങ്ങനെ ശരിയാക്കി തരികയില്ലാത്ത മനുഷ്യരൊന്നുമല്ല. അവർ പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എല്ലാം ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുക്കളും കേട്ടോ, ഞങ്ങളൊക്കെ ബന്ധുക്കാരാണ്. അങ്ങനെ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വീണെന്ന് പറഞ്ഞാൽ അവരുടെ പെരയ്ക്കൊന്നും ഒന്നും പറ്റിയൊന്നുമില്ല. മരം പതിയാണ് വന്ന് വീണത്. മുറുക്കി വന്ന് വീണിരുന്നെങ്കിൽ ആ പെര മിച്ചം കാണുകയില്ലായിരുന്നു. പതിയെ ചെരിഞ്ഞ് വന്ന് വീഴുമായിരുന്നു. ഇത് ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര, ഞാൻ ഇന്നലെ രാത്രിയിലെ കാറ്റൊന്നും പറഞ്ഞില്ല, ടച്ച് പറയുമ്പോഴായിരുന്നു ഭയങ്കര കാറ്റാണ്. ദൈവമേ എന്നാ പൂച്ച ശല്യമാണെന്നറിയാമോ? വണ്ടിയുടെ അടിയിലെല്ലാം പൂച്ച കയറിയിരിക്കും. ഈ വണ്ടിക്കകത്ത് പൂച്ച കയറുന്ന അടിയിലെ വണ്ടി എടുക്കുമ്പോഴേ അറിയത്തുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ അതൊന്നും ഫാനെ തട്ടി അത് ചത്തങ്ങാനിരുന്ന് അവിടെ ഇരുന്നു. എല്ലാം കുഞ്ഞിപ്പൂച്ചകളെല്ലാം പെറ്റ് ഈ കാറിൻ്റെ അടിയിൽ എനിക്കൊന്നൊരു 10-20 പൂച്ചക്കുഞ്ഞുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് 4 വഴിക്ക് കൂടും. അപ്പോൾ ഇനി മീനൊക്കെ വെട്ടി എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. കാലാവസ്ഥയൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. വേറെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് ലോഷൻ ഒഴിച്ചൊന്ന് തുടച്ചിടണം. എന്നാന്ന് പറയുക, ഇപ്പം മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ടല്ലോ, നമ്മൾ ലോഷനും കൂടെ ഒക്കെ ഇട്ട് തുടച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഈച്ച കയറും. ഈച്ച കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. കയറാതെ നോക്കാന്നുള്ളതേ ഉള്ളൂ മാർഗം. ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ടാങ്കൊക്കെ നിറച്ചിട്ടു. കാര്യം എപ്പോഴാണ് ഇനി കറണ്ട് പോകുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമില്ലെങ്കിൽ ഭയങ്കര പാടാണ്. കറണ്ടില്ല എങ്ങനെയെങ്കിലും എഴുതി 2 കത്തിച്ച് വെട്ടത്തിരിക്കുക, വെള്ളമില്ല വന്ന് ഭയങ്കര പാടാണ്. ഞാൻ എല്ലാം ഒന്ന് മീനൊക്കെ ഇനി വെട്ടിക്കൊണ്ട് വരട്ടെ. ഇതുകൊണ്ടോ പൂച്ച മൊത്തം പൂച്ച, ഒരു പേടിയില്ല പൂച്ചയ്ക്കൊന്നും. ഭയങ്കര മഴ വരുന്നേ. അതിന് മുമ്പ് ഇച്ചിരി മുളക് പറിക്കട്ടെ. ഇവിടെ എല്ലാം തെന്നി കിടക്കുക കേട്ടോ.
ഇപ്പം പെയ്യുമെന്ന് തോന്നുന്നു. മുളകൊക്കെ പഴുത്തു തുടങ്ങി. ഇതുണ്ടോ തിണ്ടി കിടക്ക പായൽ പിടിച്ച് നടക്കാൻ പോലും പറ്റാതുമില്ല. അത്യാവശ്യം മുളകുണ്ട് കേട്ടോ ഇതിലൊക്കെ. മൊത്തം പോയെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മുരടിച്ചാ നിൽക്കുന്നേ, എന്നാലും ഉണ്ട്. പെയ്യുമോ ഇപ്പോൾ? ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെ പോയി കുറച്ച് പറിച്ചുകൊണ്ട് വരട്ടെ. മഴയെല്ലാം പിടിച്ച് അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നത്. നടക്കാൻ പേടിയത് വഴി തെന്നി വീഴുമോന്നുള്ളത്. എന്തേലും മുളകൊക്കെ പഴുത്ത്. ഇതിലൊന്ന് പറിച്ചെടുക്കട്ടെ. രണ്ടോ വെള്ളം വെള്ളം. ഇവിടുത്തെ മുളകിനൂടെ രണ്ടുമൂന്ന് പറിക്കട്ടെ. ഇതിലൊക്കെ അത്യാവശ്യം മുളകുണ്ട്. അയ്യോ, മഴ പെയ്തു വരുന്ന സൗണ്ട് കേൾക്കാമോ? ഭയങ്കര സൗണ്ടാ കേട്ടോ. കേട്ടോ സൗണ്ട് കേട്ടോ? ഇപ്പൊ പെയ്യും. പെയ്തു. രണ്ട് മൂടിയത്. മഴക്കാറ് വന്നതേ ഉള്ളൂ, കറണ്ട് പോയി. ഇത് നമുക്ക് അത്യാവശ്യം മുളക് കിട്ടി കേട്ടോ. നമുക്ക് ഈ ഉണ്ടമുളക് ഇനി അതേ നിൽപ്പുണ്ട്, പക്ഷെ മഴ വരുന്നതുകൊണ്ട് ഞാൻ പറിക്കാതെ കയറി പോകുന്നത്. ഭയങ്കര സൗണ്ട് മഴയുടെ. നെത്തോലിക്കുള്ളതാണ് മൂടി വെച്ചത്. അല്ല, നെത്തോലി പറക്കുന്നതാണ് മൂടി വെച്ചത്. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ മീൻ പീര വെക്കാനായിട്ട് ഇത് നമ്മുടെ ഇഞ്ചി ഒന്നും ചേർക്കാത്ത മീൻ പീരയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചുമന്നുള്ളിയും കൂടെ ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത് ചതച്ചെടുക്കും. മല്ലിപ്പൊടിയൊക്കെ ശകലമേ ചേർക്കത്തുള്ളേ. ചതച്ചെടുത്തേച്ച് അതിലേക്ക് പുളിയും ചേർത്ത് പച്ചമുളകോ പിന്നെ ഇങ്ങനത്തെ ഉണ്ടമുളകാണെങ്കിൽ ഒന്നും കൂടെ നല്ല മണവും രുചിയും കിട്ടും. അത്രയും വെച്ച് മീനും ഇട്ട്. ഇതിപ്പം നത്തോലിയും പിന്നെ ഈ കുഞ്ഞ് അയലയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഉള്ളതുകൊണ്ട് അത് രണ്ടും കൂടെ ഞാനങ്ങ് ഇച്ചിരി നത്തോലി ബാക്കി ആ കുഞ്ഞയിലും എല്ലാം കൂടി ഇട്ട് പീര വെക്കുക. പിന്നെ കുടംപുളി ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതവിടുന്ന് വേകട്ടെ. പിന്നെ മെഴുക്ക് വരട്ടി വെണ്ടയ്ക്ക ഉള്ളതെല്ലാം എടുത്തരിഞ്ഞ്. ആ മഴ വന്നപ്പോഴത്തേക്ക് കറണ്ട് ഒന്ന് വന്ന് പിന്നെയും പോയി. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ മീൻ വറക്കാനിട്ടും ഒക്കെ മതി ഉച്ചക്കത്തേക്ക്. ഇനി ഒരു രസവും കൂടെ തിളപ്പിക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെ റെഡിയായി. ഇങ്ങോട്ട് നമുക്ക് രസവും കൂടെ തിളപ്പിക്കാം. രസം നമ്മുടെ കായ വിട്ട രസമൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ വീഡിയോ കാണിച്ചാണ്. പുതിയതായിട്ട് വന്നവരൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് രസം വെക്കുന്നത്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, എന്നാ ടേസ്റ്റാണെന്നറിയോ. ഈ രസത്തിനകത്ത് കായമോ അങ്ങനെയുള്ള ഒന്നും ഇടുകയില്ല. ഇതിന് വേണ്ടത് ഒരു 3-4 ചുവന്നുള്ളി, പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് നല്ലത്. ഇപ്പം കാന്താരി ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. കുറച്ച് പച്ചമുളക് മതി. അപ്പം എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടി ഞാൻ അന്നേരം കുറച്ച് നേരം ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ ചുമന്നുള്ളിയും പച്ചമുളകും ഇച്ചിരി തീരെ കനം കുറഞ്ഞല്ല കേട്ടോ. നമ്മൾ കടുക് വറക്കാൻ ഇരിക്കുന്നവരല്ല, അതിനൊക്കെ ഇച്ചിരി ഇടുന്ന് വീതി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പച്ചമുളകും ചെറിയൊരു ഇതായിട്ട് കനം കുറച്ച് വീതി കുറച്ച് അരിയരുത്, വേണ്ടതുണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. വഴറ്റി ഇതങ്ങ് മൊരിച്ചെടുക്കണ്ട, ഒന്ന് വാട്ടിയെടുത്താൽ മതി. ശരിക്കും അങ്ങോട്ട് മൊരിയണ്ട, വഴറ്റിയെടുക്കത്തില്ലേ അതുപോലെ മതി. എന്നിട്ട് ഇച്ചിരി നേരത്തെ നമ്മൾ ശകലം പിഴുപുളി ഉണ്ടല്ലോ, പിഴുപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട, നമുക്ക് വേണ്ടത്രയും പുളിക്ക്.
എന്നിട്ടതിലേക്ക് ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പുളിവെള്ളം. കുറച്ചും കൂടെ ഒന്നും കൂടെ ആ പുളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞ് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം, വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ രസം റെഡിയായി കേട്ടോ. കായവോ ഒന്നും ചേർക്കാത്തതാണ് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മീൻ പീരയുടെ ഒക്കെ കൂടെ നല്ല രുചിയാണ്. കാന്താരി ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാന്താരിയുടെ ടേസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. എന്നിട്ടൊന്ന് തിളച്ചാൽ മതി, വേറെ പരിപാടി ഒന്നുമില്ല രസത്തിന്. ഇത്രയുമേ ഉള്ളൂ ഈ രസത്തിൻ്റെ പരിപാടി. ഇതെനിക്കൊന്ന് മിക്കവർക്കും അറിയാൻ തോന്നുന്നു, ചിലർക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ ചിലർക്കൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ രസം ഉണ്ടാക്കണം. ഞാനിത് ഇവിടെ വന്ന് പഠിച്ചതാണ്. നമ്മുടെ മീൻപീര റെഡിയായി. അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവേ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കും. ഉപ്പൊക്കെ നോക്കിയതാട്ടോ, ഉപ്പൊക്കെ കറക്റ്റാണ്. രസം കണ്ട നല്ലപോലെ തിളച്ച്, ഞാനിപ്പോൾ തീ കുറച്ചിട്ടേക്കുവാണേ. നല്ലപോലെ തിളച്ചു, ഇത്രയേ ഉള്ളൂ രസത്തിൻ്റെ പരിപാടി. തീ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ മീനും വറുത്ത്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, രസവും പിന്നെ മീൻ വറുത്തതും മീൻ പീരയും. ഇത് കണ്ടോ, ഞാൻ പിരി എടുക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നൂലുകൾ കണ്ടോ, ഇങ്ങനെ ഓരോ സമയത്ത് നമ്മൾ അത്യാവശ്യത്തിന് നൂല് കെട്ടി. എന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നൂല് കെട്ടി. ഇത് കണ്ടോ, ഇങ്ങനെ നൂല് കെട്ടിയിടും. ചിലപ്പോൾ അത് പൊട്ടിച്ച് കളയുമ്പോഴത്തേക്ക് ഇത്രയും വെച്ച് ഇവിടെ ഇരിക്കേണ്ട, അത് പിന്നെ ഞാൻ പൊട്ടിച്ച് കളയുന്നത് കണ്ടോ, ഒരു നൂല് കിടക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, പിരിയം ത്രെഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടുന്നതാണ്. അപ്പം ഞാൻ കണ്ണാടി എടുത്തുകൊണ്ട് വരട്ടെ. ഇത് കണ്ടോ, പിരിയം ത്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടോട്ട് നമ്മൾ നൂല് നല്ല ബലത്തിൽ വേണം കെട്ടാനായിട്ട്. ഇതുകൊണ്ട് ഇപ്പോഴേ നൂല് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കണ്ണാടി വേണം നമുക്ക്. കണ്ണാടി പിന്നെ ബാക്കി ചെയ്യുന്നേം പറയാം. ഇതിപ്പോൾ ഞാൻ ജനലിൻ്റെ കമ്പിയിലാണ് കെട്ടിയേക്കുന്നത്. ഇത് ഇച്ചിരി കട്ടിയുള്ള സൈസ്, നമ്മൾ ഈ പട്ടമൊക്കെ എടുക്കത്തില്ല, അത്ര സൈസ് നൂലാണ്. നമ്മളല്ല തുണി തയ്ക്കുന്ന നൂലുകൊണ്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ഇച്ചിരി കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്, ഇച്ചിരി കട്ടിയുള്ള നൂല്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചീപ്പ് വേണം. പിന്നെ ഇതുപോലൊരു കത്രികയും വേണം കേട്ടോ, കുഞ്ഞി കത്രിക. ഇത് കണ്ടോ, ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഈ പാഞ്ചാലിമേടൊക്കെ പാഞ്ചാലിമേടല്ല പരുന്തുംപാറ പോയപ്പോൾ അവിടെ പട്ടം മേടിച്ചായിരുന്നേ. അപ്പോൾ പട്ടം ഇട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പട്ടം അങ്ങ് പൊട്ടിപ്പോയപ്പോഴത്തേക്ക് അതിൻ്റെ നൂല് ഞാൻ കളയാതെ കുറേ നാളായത് കേട്ടോ, കുറേ കാലമായതാണ്. ഞാനിപ്പോൾ എനിക്കതൊരു 3-4 വർഷമെങ്കിലും അത് ഈ നൂല് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുക എൻ്റെ ആവശ്യത്തിന് വേണ്ടി. എനിക്ക് പിരിയം ത്രെഡ് ചെയ്യേണ്ടത്. അപ്പം നൂലിൻ്റെ ഇപ്പം ഞാനിങ്ങനെ പൊട്ടിച്ചാണ് എടുത്തേക്കുന്നത്. ഇവിടെ കിടന്ന നൂലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ നൂല് ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ വിരൽ ഇങ്ങനെ വെച്ച് ഇത് കണ്ട് ഇങ്ങനെ ഇട്ട് കറക്കണം. ഇത് കണ്ട് ഇവിടെ ഒരു ഇതിങ്ങനെ മടക്കി വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കറക്കി ഇച്ചിരി നല്ല ഇതായിട്ടൊന്ന് കറക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ട് ഇവിടെ ഇങ്ങനെ പിരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ വിരൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട് ഇതാകലും ഇവിടെ പിടിച്ച് വലിക്കുമ്പോൾ ഇങ്ങോട്ട് മുറുകും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിരികത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഈ വശം നമ്മളിങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചേച്ച് ഇത് കണ്ടോ, അതിങ്ങനെ ചേർത്ത് തന്നെ വെച്ചേക്കണം. ഈ കൈ അനക്കരുത്. ഈ വശം നമ്മൾ എന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇങ്ങോട്ടങ്ങ് വലിക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പിരിയത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഹെയർ, ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് എനിക്കപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എടുത്താണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ സൈഡ് ചേർത്ത് ഇങ്ങനെ ആ ഹെയർ നമുക്ക് ഏത് ഹെയറാണ് കളയേണ്ടതെന്ന് വെച്ചാൽ അവിടോട്ട് വെച്ചേച്ച് അതിങ്ങനെ അമർത്തി പിടിച്ചേച്ചുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്ക് പിരിയത്തിൻ്റെ അവിടെ നിന്ന് ആ വേണ്ടാത്ത ഹെയർ എല്ലാം നമുക്ക് പോയി കിട്ടും. ഇതിപ്പോൾ നമുക്ക് കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വശമായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ പുറകോട്ടൊന്ന് മാറി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് മാറുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുന്നോട്ട് ഇതാകും. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അറിയാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പിരി ഒന്ന് വരച്ച് കൊടുത്തേച്ച് ചെയ്യാമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പൊട്ടൊക്കെ എടുത്ത് മാറ്റിച്ച് നമുക്ക് പിരിയത്തിൻ്റെ നടുക്കുവശം എല്ലാം നമുക്ക് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും.
നല്ല ഇതായിട്ട് പിരിയും നമുക്ക്. ഇത് ഞാൻ ഈയിടയ്ക്ക് എടുത്താണ്, അതുകൊണ്ട് ഇതിപ്പോൾ ഈ സൈഡ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കെട്ടും, ഇപ്പുറത്തെ സൈഡ് എടുക്കുമ്പോൾ ഇവിടെ കെട്ടി വെച്ച് നേരെ തിരിച്ച് നമ്മൾ ഇങ്ങനെ ഈ കയ്യിൽ ഈ നൂല് പിടിച്ച് വെച്ച് ഇതിങ്ങനെ വലിച്ച് 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 ഇങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ സൈഡ് എടുക്കുമ്പോഴത്തേക്ക് ആ സൈഡിലേക്ക് കെട്ടി കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇവിടെ ഉള്ള ഹെയറൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇത് ഞാൻ നോക്കി കടയിൽ ചെന്നാൽ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിയുള്ള ഹെയറൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകും കേട്ടോ. പൊട്ടി പോകുമ്പോഴത്തേക്ക് അത് കടകളിൽ ചെല്ലുമ്പോഴും കാണാമെന്നില്ല, ചിലപ്പോൾ പൊട്ടിപ്പോകുമല്ലോ. അവരന്നേരം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ നമുക്കിതെടുത്ത് കളയെങ്കിൽ പെട്ടെന്ന് കിളുക്കി തരാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമെങ്കിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഒന്നും കൂടെ കാണിക്കാം. നൂലിൻ്റെ ഒരറ്റം ജനലിൻ്റെ കമ്പിയൊക്കെ ഇട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വേണം കെട്ടാൻ കേട്ടോ. അല്ലാതെ ഒത്തിരി താഴോട്ടായിട്ടും കെട്ടല്, ഒത്തിരി മേളിലായിട്ടും കെട്ടല് വേണ്ട. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം, അങ്ങനെ വേണം കെട്ടാനായിട്ട്. എന്നിട്ട് ആ നൂലിനകത്തോട്ട് നമ്മളിങ്ങനെ കൈവെക്കുക. എന്നിട്ട് വേണ്ട ഇങ്ങനെ ചുറ്റുക. ഇതിങ്ങനെ ചുറ്റി നമുക്ക് ഇതിനകത്തൊരു ഈ 2 വിരലും കൂടി ഇതായിട്ട് ഇടാൻ പറ്റുന്ന രീതിക്ക് വേണം ചുറ്റിയെടുക്കാനായിട്ട്. ഇത് കേട്ടോ, ഇങ്ങനെ ചുറ്റിയെടുത്ത് വെച്ച് ഇങ്ങനെ പിരിയത്തിൻ്റെ അങ്ങോട്ട് നമുക്ക് പിരിയത്തിൻ്റെ അവിടെ നമ്മളിപ്പോൾ തടിയുടെ ഹെയർ എവിടത്തെ കളയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ദണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ കൈ പിടിച്ചേക്കുന്ന നൂല് ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ ടൈറ്റ് ആകും. അപ്പോൾ ആ ഹെയർ അതിനകത്തോട്ട് കയറി പൊട്ടി ഇങ്ങി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. വെറുതെ 50 രൂപ കടയിൽ കൊണ്ട് കൊടുത്ത്. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും കേട്ടോ. നമ്മൾ ആദ്യമേ വെച്ചാൽ നമ്മൾ പിരിയത്തിലെടുക്കാതെ നമ്മുടെ നെറ്റിയുടെ രണ്ട് ഇവിടെയൊക്കെ കാണുമല്ലോ, അതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഷേപ്പായിട്ട് എടുക്കണ്ടല്ലോ. അവിടുത്തെ മൊത്തം നമ്മളങ്ങ് പറിച്ച് കളയല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് ആദ്യമേ എടുക്കാമെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് പെട്ടെന്ന് നമ്മൾ പഠിക്കും. ഇത് നമ്മൾ കടയിൽ ചെന്ന് ഇങ്ങനെയൊക്കെ വലിച്ചൊക്കെ പിടിച്ച് കൊടുക്കണം. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും വലിച്ചൊന്നും പിടിക്കാറില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പിരി ഇങ്ങനെ ഉയർത്തി പിടിച്ച് നമുക്ക് കണ്ണാടിയിലൂടെ കാണാം നമുക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. എന്നെ ആരും ഓടിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാനിത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചപ്പോൾ ശീലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എളുപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലായല്ലോ നൂല് കൊണ്ട് എങ്ങനെയാണ് പിരിയെടുക്കുന്നതെന്നുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചാൽ മതിയിട്ട് ഞാനടുത്ത വീഡിയോ കാണിച്ചു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇതൊക്കെ എളുപ്പമാണ്. കുറച്ച് ഒന്നിച്ചിരി ഒന്ന് മെനക്കെട്ട് നമുക്കത് പറ്റും നമ്മളെ കൊണ്ട്. അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പം ഞാൻ എനിക്കിവിടെ കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് ഇതാക്കണ്ട്. അതുപോലെ തന്നെ നമ്മളിതൊക്കെ നല്ലപോലെ ത്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ. തടിയിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് മഞ്ഞൾ വരട്ടാമെങ്കിൽ ഉണ്ടല്ലോ നല്ലപോലെ മാറി കിട്ടും കേട്ടോ. മഞ്ഞളും ഉപ്പും കൂടെ തേക്കാമെങ്കിൽ. എന്നിട്ട് ഇങ്ങനെ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചീകിയെടുത്തേച്ച് ഇങ്ങനെ മേളിലായിട്ട് നിൽക്കുന്ന ഹെയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. കണ്ണാടി നോക്കട്ടെ. ഫോണിനകത്ത് ഇടുമ്പോൾ ഇത്രയും കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. കണ്ണാടി നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഹെയറിൻ്റെ കട്ടിയൊക്കെ കുറയും. എൻ്റെ മുഖത്ത് ഇത്രയൊന്നും ഇല്ലായിരുന്നേ, ചെറുതായിട്ടേ ഉള്ളായിരുന്നേ. ഇങ്ങനെ പൊടി പോലെ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പപ്പയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ അവരുടെ എല്ലാം മുഖത്തൊക്കെ ഇങ്ങനെ നല്ല കട്ടിയിലുണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ എടുത്ത് കളയാൻ പോലും ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ മഞ്ഞളൊക്കെ പരട്ടി വലിയ കട്ടിയില്ലാതൊക്കെ ആയിരിക്കും. എന്നെ പറഞ്ഞ് അത് മുഴുവൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖം അതിൻ്റെ ഒരു നാറ്റം. ആ ഒരു ഇതിൻ്റെ ക്രീമിൻ്റെ അതിങ്ങനെ ഇവിടെ എല്ലാം തേച്ച് ഇങ്ങനെ എടുത്തപ്പോൾ മുഖം നല്ല ക്ലീനായി. അപ്പം ഞാൻ ഓർത്ത് അടിപൊളിയായല്ലോ എന്നൊക്കെ വിചാരിച്ചു.
ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ എല്ലാം അങ്ങോട്ടങ്ങ് ആർത്തങ്ങോട്ട് കിളുക്കാൻ തുടങ്ങിയിട്ട് എനിക്കറിയാൻ മേല ഭയങ്കര വൃത്തികേടായി തുടങ്ങിയെന്ന്. പിന്നെ ഞാൻ ഇതുപോലെ മഞ്ഞളും ഒക്കെ തേച്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ മാറ്റം വന്നു. പിന്നെ ഇതുപോലെ നൂല് കൊണ്ട് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അന്നേരം പിന്നെ ഒത്തിരി അങ്ങോട്ട് കട്ടി വരുന്നില്ല. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.